നബിതങ്ങൾ ഒരിക്കൽ ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ നമുക്ക് നിസ്കരിക്കേണ്ട അത് പിശാചിന്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും. അപ്പോ പിശാചുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകാം. മുമ്പൊരു ആൽത്തറയോ ഒരു അമ്പലത്തറയോ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമോ ഹിന്ദുക്കളൊക്കെ താമസിച്ചു പോയ സ്ഥലം നമ്മൾ വീട് വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കാതിരിക്കലാണ് നല്ലത്. കാരണം അവിടെ പിശാചിന്റെ ശല്യങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും, ഉറപ്പാണ്. അല്ലാത്തിടത്തോളം നമ്മൾ ഖിബ്ല ക്ലിയർ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വലത്തോട്ടും ഒരു ഇടത്തോട്ടും ശരിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിലേക്ക് സ്ട്രൈറ്റ് നിന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഖിബ്ലയെ കണക്കാക്കിയിട്ട് നമ്മൾ വീട് കണക്കാക്കിയാൽ അൽഹംദുലില്ലാഹ് അതിനൊരു നല്ല ബറക്കത്തുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു സയ്യിദിനെയോ ഒരു ആലിമിനെയോ നല്ല തഖ്വയുള്ള ഒരു മനുഷ്യനെയോ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഇത് സ്വഹാബികൾ ചെയ്യിച്ചിട്ടുണ്ട് നബി തങ്ങളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അത് ഇസ്ലാമിന്റെ ചര്യയാണ്, നല്ല ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കുക എന്നുള്ളത്. എന്നല്ലാതെ ബാക്കി വിഷയം ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ പറയണം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് മാറി താമസിച്ചേക്കണം, ഇത് മാറ്റിയേക്കണം എന്നൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കണം. ഈ ആശാരി എന്ന് പറയുന്ന ആള് മുസ്ലിം അല്ലല്ലോ, അയാൾ ഹിന്ദുവാണ്. ആശാരിയുടെ കണക്ക് നോക്കലും പോക്കും വരവും എന്നൊക്കെ പറഞ്ഞാൽ പിശാചുക്കളുടെ വരവും പോക്കിനെ കുറിച്ച് ആശാരിമാര് പറയാറുള്ളത്. അവരോട് ചോദിച്ചു നോക്കി, എന്താ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്ന ശൈത്താൻ പോകുന്ന വഴിയാണ് പറയുന്നത്. അവർക്ക് ഇപ്പൊ വാതിൽ തുറന്നച്ചാലും ജനല് വെച്ചാലും അവിടെ ഇതിന്റെ ഈ ഇരുമ്പിനെ തുളച്ചു കയറാൻ പറ്റുന്ന ആൾക്കാരെ പിശാചുക്കൾ. അപ്പൊ ആ ഒരു പോക്കിനെ ചൊല്ലിയൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നിബിധങ്ങൾ പറഞ്ഞത് എന്താ, ആ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിലേക്ക് ഒരു ശൈത്താനും വരില്ല. ആയത്തുൽ കുർസി ഓതി കിടക്കുന്ന ഒരു മനുഷ്യന് സുബഹി വരെ ഒരു പിശാചിന്റെ ശല്യവും ഉണ്ടാവില്ല. അപ്പൊ ആശാരിയെ കൊണ്ട് നമ്മളിത് ചെയ്യിക്കണ്ട. ഇന്നൊക്കെ എഞ്ചിനീയർമാരില്ലേ, നിങ്ങൾക്ക് ആ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കല എഞ്ചിനീയർ വിളിക്കും. അന്ന് ആശാര്യന്മാര് ഹിന്ദു വിശ്വാസം അനുസരിച്ച ഇന്നും അവർ ചെയ്തു പോരുന്നത്.